ഒരമ്മ 2 പെൺകുട്ടികളുമായി ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി അതിൻ്റെ കീഴിൽ ജീവിക്കുന്ന ദാരുണമായ ദൃശ്യം. വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ച ഒരു കാര്യം, ഭൂമിയില്ലാത്തവർക്ക് രൂപത സൗജന്യമായി ഭൂമി നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏതാനും അൽമായ സഹോദരങ്ങൾ മുന്നോട്ട് വന്ന് അവർക്ക് അത്യാവശ്യമില്ലാതിരുന്ന ഭൂമിയും ദാനമായി നൽകിയിട്ടുണ്ട്. സൺഡേ ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ ബത്തേരി രൂപതയുടെ അജപാലന ശുശ്രൂഷ ഏറ്റെടുത്തതിൽ പൊതുവായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, ഈ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലെ ഭവനങ്ങളും കഴിവുള്ളിടത്തോളം സന്ദർശിച്ച് ദൈവ മക്കളുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി രൂപതയിലെ ഒരു നല്ല ശതമാനം ഭവനങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ആ അവസരത്തിലാണ് എനിക്ക് മനസ്സിലായത്, വയനാട്ടിലെ പ്രത്യേകിച്ച് ബത്തേരി രൂപതയിലെ ഭവനങ്ങൾ കൂടുതലും വളരെയേറെ പാവപ്പെട്ട ഭവനങ്ങളാണെന്നും അതിൽ നല്ലൊരു ശതമാനം ദാരിദ്ര്യ രേഖയ്ക്ക് ബിലോ പോവർട്ടി ലൈൻ ജീവിത സാഹചര്യത്തിൽ കഴിയുന്നവരാണെന്നും അവരെ സഹായിക്കുവാനായിട്ടുള്ള നിരവധി പദ്ധതികൾ ബത്തേരി രൂപതയുടെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ശ്രേയസ് വഴിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ സെന്റിനറി ആഘോഷിക്കുമ്പോൾ 2030 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലുള്ള ഭവനമില്ലാത്ത എല്ലാവർക്കും ഭവനം നൽകണം എന്നുള്ള ഒരു തീരുമാനം സഭയുടെ തലവനും പിതാവുമായ ബസേലിയസ് ക്ലെമീസ് ബാവ തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള സിനഡ് ഏറ്റെടുക്കുകയുണ്ടായി. ഓരോ രൂപതകളും അപ്രകാരം ഭവന നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബത്തേരി രൂപതയിലെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതി പഠിക്കുവാൻ വേണ്ടി ശ്രേയസിൽ നിന്ന് ഒരു സംഘത്തെ നിയോഗിക്കുകയുണ്ടായി. അവരെ പഠനം നടത്തുന്ന റിസൾട്ടിനകത്ത് പറഞ്ഞത്, ഏതാണ്ട് ബത്തേരി രൂപതയിൽ 1000-ഓളം വിധവകളുടെ കുടുംബങ്ങളുണ്ട്. അതിൽ 200 കുടുംബങ്ങൾക്ക് ഭവനമില്ല. 200 കുടുംബങ്ങളിൽ 70 പേർക്ക് ഭൂമിയുമില്ല. അപ്പോൾ ഈ ഒരു വിഷയം ബത്തേരി രൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ ചർച്ച ചെയ്യുകയും ബത്തേരി രൂപത ഒന്നാകെ വൈദികരും സന്യസ്തരും പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളും ഇടവക പ്രതിനിധികളും ഒന്നായിട്ട് പറഞ്ഞത്, നവീകരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ബത്തേരി രൂപത എല്ലാവർക്കും ഭൂമിയും ഭവനവും നൽകുന്ന ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം എൻ്റെ സപ്തതി വർഷമാണ്, 70 വർഷം പൂർത്തിയാക്കിയ അവസരമാണ്. അതുകൊണ്ട് പാസ്റ്ററൽ കൗൺസിൽ അവർ പറഞ്ഞു, പിതാവിൻ്റെ സപ്തതി ഒരു ഭവന നിർമ്മാണ പ്രോജക്റ്റ് ഏറ്റെടുക്കണം, അതെല്ലാവരുടെയും സഹായത്തോടു കൂടി പൂർത്തിയാക്കാമെന്നുള്ളതാണ്. അങ്ങനെ ബത്തേരി രൂപതയിലെ ഭൂമിയില്ലാത്ത 70 കുടുംബങ്ങൾക്ക് ബത്തേരി രൂപതയിൽ നിന്ന് ദേവാലയങ്ങളോടും സ്ഥാപനങ്ങളോടും അനുബന്ധമായി വളരെ അത്യാവശ്യമില്ലാത്ത ഭൂമി 70 പേർക്ക് 5 സെൻറ്റ് വെച്ച് കൊടുക്കുകയും 200 വീടുകൾ ക്രമേണ പണിയുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബത്തേരി രൂപതയിൽ 10 വൈദിക ജില്ലകളാണുള്ളത്. ഓരോ വൈദിക ജില്ലയിലും ഈ 2 വീടുകൾ പണിത് അങ്ങനെ 2025 200 വീടുകളും പൂർത്തിയാക്കി ബത്തേരി രൂപത എല്ലാ വിശ്വാസികൾക്കും സമ്പൂർണമായ ഭവനവും ഭൂമിയുള്ള ഒരു രൂപതയാക്കി മാറ്റിത്തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിന് പ്രേരകമായി തീർന്നത്, ഈ ഭവനങ്ങളെ സന്ദർശിക്കാൻ പോയ അവസരത്തിലും ശ്രേയസിൻ്റെ സ്റ്റഡി ഗ്രൂപ്പുമൊക്കെ ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ വളരെ ദാരുണമായ ചില അനുഭവങ്ങൾ ഉണ്ടായവർക്ക്. ഒരു സ്ഥലത്ത് വിധവയായ ഒരമ്മ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരമ്മ 2 പെൺകുട്ടികളുമായി ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി അതിൻ്റെ കീഴിൽ ജീവിക്കുന്ന ദാരുണമായ ദൃശ്യം അവരിൽ ചിലർ കാണുവാനായിട്ടിടയായി. വയനാട്ടിലെ വന്യമൃഗ ആക്രമണം, അതുപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, സാമ്പത്തികമായ തകർച്ച, ഇതിൻ്റെ എല്ലാ ഇടയിൽ ഒരമ്മ 2 പെൺകുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഉറങ്ങുവാൻ സ്ഥലമില്ലാതെ, ഭവനമില്ലാതെ, ആവശ്യത്തിന് ഭക്ഷണമില്ലാതെ ജീവിക്കുന്നത് കണ്ടപ്പോൾ
ഈ സർവേക്ക് പോയ വ്യക്തികൾ എന്നോട് പ്രത്യേകമായി പറയുകയുണ്ടായി, നമ്മുടെ മറ്റെല്ലാ വികസന പ്രവർത്തനങ്ങളും മാറ്റിവെച്ചിട്ട് ഇതുപോലെയുള്ളവർക്ക് ഭവനം നിർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും ദൈവികമായ ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് അത് നമുക്ക് ഏറ്റെടുക്കാമെന്നുള്ള ഒരു പ്രത്യേക നിർദ്ദേശം നൽകുകയും അത് വളരെയേറെ പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കി തീർക്കുകയും ചെയ്തു. വൈദികരുടെ സമ്മേളനങ്ങളിൽ, സന്യസ്തരുടെ സമ്മേളനങ്ങളിൽ, പാസ്റ്ററൽ കൗൺസിലെ മീറ്റിങ്ങുകളിൽ ഇത് ചർച്ച ചെയ്യുകയും എല്ലാവരുടെയും കൂട്ടായ്മയിൽ ഏതാണ്ട് സ്ഥലം കൂടാതെ 50 കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷം കൊണ്ട് ഇപ്പോൾ 25ഓളം ഭവനങ്ങൾ പല ജില്ലകളിലായിട്ട് തീർത്തു കഴിഞ്ഞു. ബത്തേരി രൂപത 6 റവന്യൂ ജില്ലകളിൽ വിസ്തൃതമായിട്ടുള്ള ഒരു രൂപതയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, നീലഗിരി ഈ ജില്ലകളിൽ വിസ്തൃതമായിട്ടുള്ള രൂപതയിൽ ഓരോ ജില്ലാ കേന്ദ്രങ്ങളും എടുത്ത് അവിടെയുള്ള പാവപ്പെട്ടവർക്ക് ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് വൈദിക ജില്ലയിൽ 10 ഭവനങ്ങൾ പൂർത്തിയാക്കുകയും അത് കൂദാശ നൽകപ്പെടുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വയനാട്ടിലും കോഴിക്കോട്ടും മലപ്പുറത്തും അതുപോലെ നീലഗിരിയിലുമൊക്കെ വൈദികരുടെയും സന്യസ്തരുടെയും അതുപോലെ തന്നെ അൽമായ പ്രേക്ഷിതരുടെയും യുവജനങ്ങളുടെയും പൊതു സമൂഹത്തിൻ്റെ എല്ലാം കൂട്ടായ്മയിലാണ് ഈ ഭവനങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ച ഒരു കാര്യം, ഭൂമിയില്ലാത്തവർക്ക് രൂപത സൗജന്യമായി ഭൂമി നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏതാനും അൽമായ സഹോദരങ്ങൾ മുന്നോട്ട് വന്ന് അവർക്ക് അത്യാവശ്യമില്ലാതിരുന്ന ഭൂമിയും ദാനമായി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അംഗമല്ലാത്ത ചില സഹോദരങ്ങൾ, അവർ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരുമല്ല, അവർ 2-3 ഭവനങ്ങൾ പണിയുവാനായിട്ടുള്ള ഭൂമി ദാനമായിട്ട് നൽകുകയും അവിടെ നമ്മുടെ ഭവന പദ്ധതിയിൽ കല്ലിട്ട് 2 ഭവനങ്ങൾ പൂർത്തിയാക്കി കൂദാശ ചെയ്തു. അടുത്ത ഭവനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭവന നിർമ്മാണ പദ്ധതി, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭവനം എന്നുള്ളത് സഭാ നവീകരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭ ഒന്നാകെ ഏറ്റെടുത്ത് കേരളത്തിലെ ഒരു നല്ല സാമൂഹിക സാംസ്കാരിക സാക്ഷ്യം കൊടുക്കുവാനായിട്ടിടയാകും. ഈ ഒരു പദ്ധതി അല്ലാതെ നമ്മുടെ രൂപതകളിൽ സന്യാസ ഭവനങ്ങൾ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, ഭക്ത സംഘടനകളൊക്കെ ധാരാളം വീടുകൾ പല രൂപതകളിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. ബത്തേരി രൂപതയിലും അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് ശ്രേയസിൻ്റെ പ്രവർത്തനം അറിയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. എന്നാൽ നവീകരണ വർഷം കേരള സഭ എല്ലാവർക്കും ഒരു കുഞ്ഞ ഭവനവും 5 സെന്റ് ഭൂമിയും നൽകുന്ന ഒരു സാമൂഹ്യ മാറ്റത്തിലേക്ക് വരികയാണെന്ന് വരികിൽ ഈ കാലഘട്ടത്തിൽ നല്ല സാക്ഷ്യം നമുക്ക് കൊടുക്കുവാനായിട്ടിടയാകും. ഈ ഒരു ഭവന പദ്ധതിയിൽ ധനസഹായം നൽകുവാൻ എല്ലാവരോടും സൗമനസ്യമായിട്ട് അപേക്ഷിച്ചു. ധാരാളം ആൾക്കാർ അതിൽ സഹായം നൽകുന്നുണ്ട്. എല്ലാ ഭവനങ്ങളിൽ നിന്നും കുറഞ്ഞത് 1000 രൂപ വെച്ച് നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു. എല്ലാ സ്ഥാപനങ്ങളിലും അവിടെ ഉണ്ടാകുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം 10-1 ഭവന നിർമ്മാണ പദ്ധതിക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന സഹോദരങ്ങൾ, നല്ല ജോലിയൊക്കെ ഉള്ളവർ ഇതിനകത്ത് കാരുണ്യത്തോടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും ആരുടെയും പരാതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമായ കാര്യമാണ്. കുഞ്ഞ ഇടവുകൾ മുതൽ വലിയ ഇടവുകൾ എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ പോസിറ്റീവാണ്. അൽമായ സംഘടന, മലങ്കര കാതലിക് അസോസിയേഷൻ ഈ ഭവന നിർമ്മാണ പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. യുവജനങ്ങൾ, MCYM യുവജനങ്ങൾ ഒരു ഭവനം പൂർത്തിയാക്കി കഴിഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞു. മാതൃവേദി ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. വിൻസെന്റ് ഡി പോൾ പ്രവർത്തകരെ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ബത്തേരി രൂപതയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനകളും അതുപോലെ ഭക്ത സംഘടനകളും ശ്രേയസുമൊക്കെ ഈ പരിപാടി ഏറ്റെടുത്ത് 2025 ഉള്ളിൽ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭവനം എന്ന ഭവന പദ്ധതി പൂർത്തിയാക്കുവാൻ പരിശ്രമിക്കുകയാണ്.